നമുക്കിനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓഗസ്റ്റ് ഓഫറിനെ പറ്റി നോക്കാം. ഓഗസ്റ്റ് ഓഫർ ഡിക്ലെയർ ചെയ്യുന്ന വർഷം അല്ലെങ്കിൽ ഓഗസ്റ്റ് ഡിക്ലറേഷന്റെ വർഷം 1917 ഓഗസ്റ്റ് ഡിക്ലറേഷൻ ഉണ്ടാവുന്നത്. ഓഗസ്റ്റ് ഡിക്ലറേഷൻ പ്രൊക്ലെയിം ചെയ്യുന്നത് അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് സാമുവൽ മൊണ്ടേഗു. അദ്ദേഹത്തിന്റെ പേര് സാമുവൽ മൊണ്ടേഗു. ചെംസ്ഫോർഡ് ഭരണപരിഷ്കാര ടൈമിലെ സാമുവൽ മൊണ്ടേഗു തന്നെയാണ് ഓഗസ്റ്റ് ഡിക്ലറേഷനും ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടും ഇവർ പറയുന്നത് സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ് ഇവർ ഈ ഓഗസ്റ്റ് ഓഫറിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം എന്താണ് അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്? ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്നാണ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ നടക്കുന്നത്? 20th ഓഗസ്റ്റ് 1917 ഓഗസ്റ്റ് ഡിക്ലറേഷൻ നടക്കുന്നത്. ഓഗസ്റ്റ് ഡിക്ലറേഷന്റെ ഡേറ്റ് പഠിച്ചു വെക്കുക. 20th ഓഗസ്റ്റ് 1917 ഓഗസ്റ്റ് ഡിക്ലറേഷൻ നടക്കുന്നത്. ഓക്കെ, ഈ ഓഗസ്റ്റ് ഡിക്ലറേഷനിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് മെയിൻ ആയിട്ട് എയിം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് വാർ വണ്ണിന്റെ സമയമാണ്. വേൾഡ് വാർ വണ്ണിന്റെ ടൈമാണ് 1917 എന്ന് പറയുമ്പോൾ 1914 വേൾഡ് വാർ വൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയുടെ, അതായത് ഇന്ത്യക്കാരുടെ പിന്തുണ വേൾഡ് വാർ വണ്ണിന് ഉറപ്പാക്കുക, ഈ ബ്രിട്ടീഷ് സർക്കാരിന് ഉറപ്പാക്കുക എന്നുള്ള ഒരു മെയിൻ എയിം ആയിരുന്നു ഈ ഓഗസ്റ്റ് ഡിക്ലറേഷന്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓഗസ്റ്റ് ഡിക്ലറേഷന്റെ മെയിൻ എയിം സെൽഫ് ഗവേണിംഗ്, ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഫോർ സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബട്ട് അതിലെ ഇന്നർ എയിം എന്ന് പറയുന്നത് വേൾഡ് വാർ വണ്ണില് ബ്രിട്ടീഷ് സർക്കാരിന് എന്ത് ചെയ്യുക? ഇന്ത്യക്കാരുടെ പിന്തുണ ഉറപ്പാക്കുക. 20th ഓഗസ്റ്റ് 1917 സാമുവൽ മൊണ്ടേഗു ആണ് എന്ത് ചെയ്യുന്നത്? ഓഗസ്റ്റ് ഡിക്ലറേഷൻ പ്രൊക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഓക്കെ, മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1919 ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിൽ പാസാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഓക്കെ, അപ്പം ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്തൊക്കെയായിരുന്നു എയിം ചെയ്യുന്നത്? ഇതിന്റെ മറ്റൊരു പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അപ്പൊ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു 10 വർഷത്തെ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട്, ഒരു 1919 മുതൽ 1929 വരെയുള്ള ഒരു 10 വർഷത്തെ റിവ്യൂവിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അഥവാ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഓക്കെ, അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു മൊണ്ടേഗു. വൈസ്രോയ്, അന്നത്തെ ഇന്ത്യൻ വൈസ്രോയ് ആയിരുന്നു ആര്? ലോർഡ് ചെംസ്ഫോർഡ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമിൽ തന്നെയായിരുന്നു ഈ ഒരു റിഫോംസും എന്ത് എയിം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു? ഇന്ത്യക്കാരുടെ വേൾഡ് വാർ വണ്ണില് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമായിരുന്നു എന്ത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഈ റിഫോംസിൽ മെയിൻ ആയിട്ടും പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെവലപ്മെന്റും പിന്നെ കുറച്ചും കൂടി ഇതിന്റെ സ്കോപ്പ് കുറച്ചും കൂടി വൈഡർ ആണ്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊവിൻസസിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ്ഡ് ഡയാർക്കി ഇൻ പ്രൊവിൻസസ് എന്ന് വെച്ചാൽ ഈ ഗവർണറിനും മിനിസ്റ്റേഴ്സിനും അവരുടെ അധികാരങ്ങൾ വിഭജിച്ച് നൽകി പ്രൊവിൻസസിൽ. മീൻസ് ഇന്ത്യൻ റെപ്രസെന്റേഷൻ എന്ത് ചെയ്യുന്നു? ഈ ഇന്ത്യൻ റെപ്രസെന്റേഷൻ പാർലമെന്റിൽ കൂടുന്നുണ്ട്. ഏത് നിയമപ്രകാരം? മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമപ്രകാരം ഇന്ത്യക്കാരുടെ റെപ്രസെന്റേഷൻ പ്രൊവിൻസസിലെ ഭരണത്തിൽ കൂടുന്നുണ്ട്. പിന്നെ ചില റിസർവ്ഡ് ആയിട്ടുള്ള ചില ലോസ് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ലോ ആൻഡ് ഓർഡർ, ഫിനാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ ഗവർണർ തന്നെയാണ്. ലോ ആൻഡ് ഓർഡർ, ഫിനാൻസ് ഇതെല്ലാം റിസർവ്ഡ് ആണ്. എന്നാൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്ക് കൈമാറി? ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് കൈമാറി. അതാണ് ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഒരു റിഫോർമേഷൻ എന്ന് പറയുന്നത്. അതേപോലെ കുറച്ചും കൂടി കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ, മുസ്ലിംസ് മാത്രമല്ല സിഖ്, ആംഗ്ലോ ഇന്ത്യൻ ക്രിസ്ത്യൻസ്, ഇവർക്കൊക്കെ കുറച്ചും കൂടി
കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ കൊണ്ടുവന്നൊരു നിയമവും കൂടിയാണ് ഏത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. അതേപോലെ സെൻട്രൽ ലെജിസ്ലേച്ചർ ബൈക്യാമറൽ ആക്കി. ബൈക്യാമറൽ എന്ന് വെച്ചാൽ എന്താണ്? ബൈക്യാമറൽ എന്ന് വെച്ചാൽ ഒരു അപ്പർ ഹൗസും ഒരു ലോവർ ഹൗസും ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ബൈക്യാമറൽ എന്ന് പറയുന്നത്. ഓക്കെ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 145 മെമ്പേഴ്സ് ആയിരുന്നു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. 3 വർഷമായിരുന്നു അവരുടെ കാലാവധി. അതേപോലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ എത്ര പേരുണ്ടായിരുന്നു? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 145 മെമ്പേഴ്സും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ 60 മെമ്പേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമായിരുന്നു? 5 വർഷം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 3 വർഷവും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ 5 വർഷവുമായിരുന്നു. ഓക്കെ. ഇനി പ്രിമിറ്റീവ് മോഡൽ, പാർലമെന്റിൽ ഒരു പ്രിമിറ്റീവ് മോഡലും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു വന്നത്? 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം, മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് വരുന്നത്. അതിന്റെ അനദർ നെയിം ആണ് എന്ത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു 10 ഇയർ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു 10 ഇയർ റിവ്യൂയിലേക്ക് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് കൊണ്ടുവരുന്നത്. 1919 മുതൽ 1929 വരെയുള്ള ഒരു 10 ഇയർ സ്പാനിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇനി അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു മൊണ്ടേഗു. ചെംസ്ഫോർഡ് ആരായിരുന്നു? അന്നത്തെ വൈസ്രോയി ആയിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ബ്രിട്ടന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു നിയമമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഹെൻസ് ഇത്രയൊക്കെ കാര്യങ്ങൾ അവർ എന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഒന്ന്, പ്രൊവിൻസസിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. റിസർവ്ഡ് ആയിട്ടുള്ള, ഇപ്പം ഫിനാൻസ്, ലോ ആൻഡ് ഓർഡർ, ഇങ്ങനെ റിസർവ്ഡ് ആയിട്ടുള്ള ചില കാറ്റഗറീസ് എന്ത് ചെയ്യുന്നു? ഗവർണറിന് റിസർവ് ചെയ്യുന്നു. മറ്റ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്ക് കൊടുക്കുന്നു? ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് കൊടുക്കുന്നു. ഈ റിഫോംസ് പ്രകാരം ഇന്ത്യക്കാരുടെ റെപ്രസെന്റേഷൻ എന്ത് ചെയ്യുന്നു? പാർലമെന്റിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ, മുസ്ലിംസ് മാത്രമല്ല സിഖ്, ആംഗ്ലോ ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഇങ്ങനെയുള്ളവരുടെ കമ്മ്യൂണൽ റെപ്രസെന്റേഷനും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഇത് കൂടാതെ സെൻട്രൽ ലെജിസ്ലേച്ചർ എന്ത് ചെയ്തു? ബൈക്യാമറലാക്കി. ഈ ബൈക്യാമറൽ എന്ന വേർഡിന്റെ മീനിങ് ഓർത്ത് വെച്ചേക്കാം. ബൈക്യാമറൽ എന്ന് വെച്ചാൽ ഒരു അപ്പർ ഹൗസും 2 ഹൗസസ് ഉണ്ടാവും. ഒരു അപ്പർ ഹൗസും ഒരു ലോവർ ഹൗസും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈക്യാമറൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 145 മെമ്പേഴ്സും 3 ഇയർ ടേമിൽ 145 മെമ്പേഴ്സും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ 60 മെമ്പേഴ്സും അവരുടെ ടേം 5 ഇയർ ആയിരുന്നു. ഹെൻസ് ഈ റിഫോംസ് ഇന്ത്യൻ ലീഡേഴ്സ് ഒരുപാട് വിമർശിച്ച, അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു റിഫോംസ് ആണ് എന്തെന്ന് പറയുന്നത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയിലേക്ക് പോവാം. റൗലറ്റ് ആക്ട് ഓഫ് 1990. ഓക്കെ. ഇതിനെ നമ്മൾ ആൻറ്റി സെഡിഷൻ ലോ, അതല്ലെങ്കിൽ ആൻറ്റി ടെററിസം ലോ എന്നൊക്കെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്? റൗലറ്റ് ആക്ട് ഓഫ് 1919 എന്ന് പറയുന്നത്. ഇന്ത്യക്കാർ ഈ റൗലറ്റ് നിയമത്തിനെ കരിനിയമം എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രത്യേകിച്ചും ഗാന്ധിജി കരിനിയമം എന്നാണ് റൗലറ്റ് ആക്ടിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ. ഇനി ഈ റൗലറ്റ് ആക്ട് ഓഫ് 1919ന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919. അപ്പം നമ്മൾ റൗലറ്റ് ആക്ട് എന്നാണ്, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു നിയമം ഈ റൗലറ്റ് ആക്ട് എന്ന പേരിലാണ്. എന്നാൽ ഫേമസ് അല്ല, ഇൻഫേമസ് ആയിട്ടുള്ള ഒരു നിയമമാണ്. എന്നാൽ ഒഫീഷ്യൽ നെയിം എന്താണ്? അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919. ഓർത്ത് വെക്കുക, അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919. ഓക്കെ. ഇവര് ബ്രിട്ടീഷുകാരുടെ പോലീസിനൊരു ഒരു അധികാരം കൊടുക്കുകയാണ്. ഏതൊരു വ്യക്തിയെ വേണമെങ്കിലും 2 വർഷം വരെ, പ്രത്യേകിച്ച് വാറണ്ടോ സംശയത്തിന്റെ നിഴലിലുള്ള ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല ആ വ്യക്തി, അവരെ എന്തെങ്കിലും ഒരു ആന്റി സോഷ്യൽ, അതല്ലെങ്കിൽ ആന്റി ഗവൺമെന്റ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് ഏതെങ്കിലും ആക്ടിവിറ്റീസ് അവർ ഏർപ്പെടുന്നുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവരെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ പോലും എന്ത് ചെയ്യാം? അവരെ തടങ്കലിൽ വയ്ക്കാം. എത്ര വർഷം വരെ? ഒരു ട്രയൽ പോലും ഇല്ലാതെ 2 വർഷം വരെ തടങ്കലിൽ വയ്ക്കാം എന്നുള്ളതായിരുന്നു. ഒരു വാറണ്ടോ ഒന്നും വേണ്ട,
സംശയമുണ്ടെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാം, 2 വർഷം വരെ ട്രയൽ പോലും കൂടാതെ തടങ്കലിൽ വയ്ക്കാം. ഇതായിരുന്നു റൗലറ്റ് ആക്ടിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഈ ഒഫീഷ്യൽ മെമ്പേഴ്സിൽ, ഇന്ത്യയുടെ ഒഫീഷ്യൽ മെമ്പേഴ്സിൽ ഒരേ ഒരു വ്യക്തിയാണ് റൗലറ്റ് നിയമത്തിന് പോസിറ്റീവായിട്ട് നിന്നത്. ആരാണ്? നമ്മുടെ മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർ. ഞാൻ ഓൾറെഡി ഇദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 1897 അമരാവതി സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ ഗാന്ധിജി ആൻഡ് അനാർക്കി എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഇദ്ദേഹം ഒഴികെ മറ്റ് ഇന്ത്യൻ ഒഫീഷ്യൽസ് എല്ലാം എന്ത് ചെയ്യുന്നു? റൗലറ്റ് ആക്ടിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം റൗലറ്റ് സത്യാഗ്രഹം വരുന്നു. ഈ റൗലറ്റ് ആക്ട് എന്ന കരിനിയമത്തിനെതിരെ റൗലറ്റ് സത്യാഗ്രഹം ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? വരുന്നു. ആദ്യത്തെ ഓൾ ഇന്ത്യ ലെവലില് ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന INCയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു സ്ട്രൈക്കാണ് റൗലറ്റ് സത്യാഗ്രഹം. ഓക്കെ, ഒരു റൗലറ്റ് കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ഗാന്ധിജി ഒരു റൗലറ്റ് കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കരിനിയമത്തിനെതിരെ, ബ്ലാക്ക് ആക്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഗാന്ധിജി ഈ റൗലറ്റ് നിയമത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? കരിനിയമം അഥവാ ബ്ലാക്ക് ആക്ട്. ഈ കരിനിയമത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്ത് കൊണ്ടുവരുന്നുണ്ട്? ഒരു റൗലറ്റ് കമ്മിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഇനി ഒരുപാട് നേതാക്കള്, അതിൽ മെയിൻ ഒരാളാണ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന എന്ത് ചെയ്യുന്നു? ഇമ്പീരിയൽ കൗൺസിലിൽ നിന്നും റിസൈൻ ചെയ്യുന്നു. ഈ റൗലറ്റ് ആക്ടിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇമ്പീരിയൽ കൗൺസിലിൽ നിന്നും റിസൈൻ ചെയ്യുകയാണ്. മഹാത്മാഗാന്ധി ഒരു സത്യാഗ്രഹ സഭ ഫോം ചെയ്യുന്നു. ഇന്ത്യയിൽ ഉടനീളം എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് സർക്കാരിനെതിരെ അനവധി പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ ഒരു നിയമമാണ് റൗലറ്റ് സത്യാഗ്രഹം. ഇദ്ദേഹം ഒരു സർവധർമ്മ പ്രാർത്ഥനാ സഭ എന്നൊരു സഭ ഓർഗനൈസ് ചെയ്യുന്നു. മീൻസ് അദ്ദേഹം അഹിംസയുടെ വക്താവാണ്. പ്രാർത്ഥനകൾക്കും മറ്റുമായിട്ട് വേണ്ടിയിട്ട് റൗലറ്റ് ആക്ടിനെതിരെ പ്രാർത്ഥനകൾ, സത്യാഗ്രഹം, ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് ആണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ഓർഗനൈസ് ചെയ്യുന്നത്? സർവധർമ്മ പ്രാർത്ഥന സഭ. ഓക്കെ, ടു മേക്ക് ഇറ്റ് മോർ എഫക്റ്റീവ് ഗാന്ധിജി കോൾഡ് ഓൺ ആൻ ഓൾ ഇന്ത്യ സ്ട്രൈക്ക്. ഒരു ഓൾ ഇന്ത്യ സ്ട്രൈക്ക് വരുന്നുണ്ട്. April 6, 1919 എന്ത് ചെയ്യുന്നത്? ഒരു ഓൾ ഇന്ത്യ സ്ട്രൈക്ക് വരുന്നുണ്ട്. ഓക്കെ, ഡൽഹിയിൽ ആ മൂവ്മെന്റ് ആരാണ്? ഈ ഓൾ ഇന്ത്യ സ്ട്രൈക്ക് ആരാണ് ഓർഗനൈസ് ചെയ്തത്? ആസഫ് അലിയും ഡോക്ടർ MA അൻസാരിയുമാണ്. അപ്പം ഡൽഹിയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഈ ഓൾ ഇന്ത്യ സ്ട്രൈക്ക് ഓർഗനൈസ് ചെയ്ത വ്യക്തികളാണ് ആസഫ് അലി ആൻഡ് ഡോക്ടർ MA അൻസാരി. പഞ്ചാബിൽ എന്ത് ചെയ്യുന്നു? ഡോക്ടർ സത്യപാൽ മാലിക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചാബിൽ ആരാണ് ഓർഗനൈസ് ചെയ്തതെന്നുള്ളത്? ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്ട്രൈക്ക് ഓർഗനൈസ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പഞ്ചാബില് ഈ ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിനെയും എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ സമരാനുകൂലികൾ എന്ത് ചെയ്യും? പ്രൊട്ടസ്റ്റ് ചെയ്യും. അവര് April 13, 1919 എന്ത് ചെയ്യും? അമൃത്സറില് എന്ത് ചെയ്യും? ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന വലിയൊരു മൈതാനമുണ്ട്. അവിടെ ഒരൊറ്റ എൻട്രി ഡോർ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? പ്രൊട്ടസ്റ്റിനായിട്ട് ആൾക്കാർ വരും. അതേപോലെ അവിടെ ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വന്ന കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം ഇൻ അമൃത്സർ വേർ പീപ്പിൾ ഹാഡ് ഗാദേർഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ അറസ്റ്റ് ഓഫ് സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ലു. അപ്പം അവിടെ അത് കൂടാതെ ബൈസാഖി ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു. ബൈസാഖി ആഘോഷിക്കാൻ വന്ന കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ജനറൽ ലോ ഡയർ എന്ന വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ പോലീസുകാർക്ക് ഒരു ഓർഡർ ലഭിക്കുന്നു. എന്ത് ചെയ്യാൻ? ഇവർക്ക് നേരെ ഫയർ ചെയ്യാനായിട്ട്. ഓക്കെ, അതിൽ എത്ര പേര് മരിക്കുന്നുണ്ട്? 379. ഇത് ബ്രിട്ടീഷുകാരുടെ കണക്കാണ്. മേ ബി ഇതിലും കൂടാനാണ് ചാൻസ്. 379 ആൾക്കാരാണ്. ഒഫീഷ്യൽ റെക്കോർഡ്സിൽ 379 പേരാണ് മരിച്ചത്. അപ്പം അവിടെ മെയിൻ ആയിട്ട് മരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഈ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ട ഏറ്റുള്ള ഒരു മരണം. മറ്റൊന്ന്, അത് കൂടാതെ അവിടെ ഒരൊറ്റ എൻട്രി മാത്രമേ ഉള്ളൂ ആ ജാലിയൻ വാലാബാഗ് മാസക്കർ ഗ്രൗണ്ടിലേക്ക്. ആ എൻട്രി എന്ത് ചെയ്യും? ഈ ബ്രിട്ടീഷ് പോലീസുകാർ ക്ലോസ് ഡൗൺ ചെയ്യും. അപ്പൊ അവർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയില്ല. അതിനുശേഷം ആ ഗ്രൗണ്ടിൽ ആകെ ഉള്ളത് ഒരു കിണർ മാത്രമാണ്. അപ്പം ഈ ആൾക്കാര് ഈ വെടിയുണ്ടകളെ പേടിച്ച് എന്ത് ചെയ്യും? ഈ കിണറിലേക്ക് എടുത്തു ചാടുന്നുണ്ട് കുറെ ആൾക്കാര്.
അങ്ങനെ ആ കിണറിലേക്ക് എടുത്തു ചാടിയ കുറെ ആൾക്കാർ എന്ത് ചെയ്യുകയാണ്, മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ മരണസംഖ്യ ഇത്രയും ഉയരുന്നത്. 379 ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രകാരം ഈ ഒരു ജാലിയൻ വാലാബാഗ് മാസക്കറിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. എന്നാൽ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് 1000-ലധികം മരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അത് കൂടാതെ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് വുമൺ, സ്ത്രീകള്, കുട്ടികള്, വൃദ്ധര്, വയസ്സ് ചെന്നവര്, ഇത്രയും പേരാണ് ഏറ്റവും കൂടുതൽ ഈ കൂട്ടക്കൊലയ്ക്ക് ഇരയായവര്. അപ്പൊ അവരെങ്ങനെയാണ് ഈ ദിവസം ഓർമ്മപ്പെടുന്നത്? കാലി ബൈസാഖി എന്ന പേരിലാണ് ഈ ദിനം ഓർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് എംപയറിന്റെ പ്രതിച്ഛായക്കേറ്റ മങ്ങലായിട്ടും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, വിൻസ്റ്റൺ ചർച്ചിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന് തന്നെ, ബ്രിട്ടീഷ് എംപയറിന് തന്നെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിട്ടാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഇതിനെ എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. ഇനി അങ്ങനെ ജാലിയൻ വാലാബാഗ് മാസക്കർ കാരണം ഇന്ത്യയിൽ ഉടനീളം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ എന്ത് വരുന്നുണ്ട്, പ്രക്ഷോഭങ്ങളും പ്രൊട്ടസ്റ്റുകളും, ഇന്ത്യയിൽ ഉടനീളം സമരങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് സർക്കാർ ഒരു എൻക്വയറി കമ്മീഷനെ നിയമിക്കുന്നുണ്ട്. ആ എൻക്വയറി കമ്മീഷന്റെ പേരാണ് എന്ത്, ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, ഈ എൻക്വയറി കമ്മീഷന്റെ പേരെന്താണ്, ഹണ്ടർ കമ്മീഷൻ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഈ ജനറൽ ഡയറിനെയോ അവിടുത്തെ പട്ടാളക്കാരെയോ ആരെയും പണിഷ് ചെയ്യുന്നില്ല ഈ ഹണ്ടർ കമ്മീഷനിൽ. ഇനി ഗാന്ധിജി ഈ ഹണ്ടർ കമ്മീഷനെ ബ്രിട്ടീഷുകാരെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ, ഒരു വൈറ്റ് വാഷ് കമ്മിറ്റി എന്നാണ് ഗാന്ധിജി ഈ ഹണ്ടർ കമ്മീഷനെ വിശേഷിപ്പിച്ചത്. ഈ ഹണ്ടർ കമ്മീഷൻ എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഓർക്കാൻ എളുപ്പമാണ്. അവിടെ ഒരുപാട് മനുഷ്യ ജീവനെ കുരുതി കൊടുക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടി നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഈ രീതിയിൽ ഓർത്തു വയ്ക്കുക. ജനറൽ ഡയറിനെ ബ്രേവ് ആക്ഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ ഒരു ഇൻസിഡന്റിനെ അപ്പർ ഹൗസ്, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അപ്പർ ഹൗസ് ബ്രേവ് ആക്ഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ജാലിയൻ വാലാബാഗ് മാസക്കറുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ഡയറിനെ എങ്ങനെയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ട്രീറ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു വീരപരിവേഷമാണ് ബ്രിട്ടീഷ് പാർലമെന്റ് അദ്ദേഹത്തിന് നൽകിയത്. അവിടെ ഒരു ഇംഗ്ലീഷ് ഡെയിലി ഉണ്ടായിരുന്നു, ബ്രിട്ടനിലെ ഒരു ഇംഗ്ലീഷ് ഡെയിലി ഉണ്ടായിരുന്നു, ദ മോർണിംഗ് പോസ്റ്റ്. അവരെന്ത് ചെയ്യുന്നു, ജനറൽ ഡയറിന്റെ കേസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫണ്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പത്രത്തിന്റെ പേര് ഓർത്ത് വെക്കുക, ദ മോർണിംഗ് പോസ്റ്റ്. ഇതിനെ പ്രതിഷേധിച്ച് എന്ത് ചെയ്യുന്നു, ടാഗോർ സർ പദവി, അദ്ദേഹത്തിന് നൽകിയ ഒരു നൈറ്റ്ഹുഡ് ടൈറ്റിൽ ആയിരുന്നു സർ പദവി. സർ പദവി എന്ത് ചെയ്യുന്നു, തിരികെ നൽകുകയാണ് ചെയ്യുന്നത്. ഇനി ഡയർ പഞ്ചാബിന്റെ മൈക്കൽ ഫ്രാൻസിസ് ഡയർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പഞ്ചാബിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു 1912 മുതൽ 1919. ജനറൽ ഡയർ ആയിരുന്നു പട്ടാള മേധാവിയും. മൈക്കൽ ഫ്രാൻസിസ് ഡയർ പഞ്ചാബിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു ആ ടൈമിൽ. ഈ കൂട്ടക്കൊലയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ നൽകിയ പട്ടാള മേധാവിയാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ആ രണ്ട് പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. ജനറൽ റെജിനാൾഡ് ഡയർ, അദ്ദേഹം ആരായിരുന്നു, പട്ടാള മേധാവിയായിരുന്നു. ഈ കൂട്ടക്കൊലയ്ക്ക് വേണ്ടി ഓർഡർ നൽകിയ പട്ടാള മേധാവി. അതേപോലെ മൈക്കൽ ഡയർ ഉണ്ടായിരുന്നു, അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു മൈക്കൽ ഡയർ, പഞ്ചാബിന്റെ ലഫ്റ്റനന്റ് ഗവർണർ. ഈ രണ്ട് പേരുകളും ഓർത്തു വെക്കുക. ജനറൽ റെജിനാൾഡ് ഡയർ, പ്രത്യേകം ശ്രദ്ധിക്കുക, റെജിനാൾഡ് ഡയർ അദ്ദേഹമാണ് പട്ടാള മേധാവി. അദ്ദേഹം ഒരു രീതിയിലുമുള്ള വിഷമോ ഖേദപ്രകടനമോ ഈ ഒരു ആക്ഷനിൽ നടത്തിയിട്ടില്ല. അത് വളരെ ശരിയായിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു എന്നാണ് ജനറൽ ഡയറിന്റെ ഭാഷ്യം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് ഡെയിലി ആയിരുന്നു ദ മോർണിംഗ് പോസ്റ്റ്. ഈ ഇംഗ്ലീഷ് ഡെയിലി എന്ന് പറയുന്ന പത്രം അദ്ദേഹത്തിന്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഫണ്ടിന്റെ കളക്ഷൻ വരെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇതുമായിട്ട് പ്രതിഷേധിച്ച് ഒരുപാട് ഇന്ത്യക്കാർ അവർക്ക് നൽകിയ സ്ഥാനം എന്ത് ചെയ്യുന്നു, തിരികെ നൽകുകയാണ് ചെയ്യുന്നത്. ടാഗോർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് നൽകിയ സർ ടൈറ്റിൽ, സർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, ഈ സർ ടൈറ്റിൽ ടാഗോർ തിരികെ നൽകുകയാണ്. ഗാന്ധിജി കൈസർ-ഇ ഹിന്ദ് എന്ന് പറയുന്ന പദവി തിരികെ നൽകുന്നു. അതേപോലെ ചേറ്റൂർ ശങ്കരൻ നായർ, റൗലറ്റ് നിയമത്തിനെ സ്വാഗതം ചെയ്ത ചേറ്റൂർ ശങ്കരൻ നായർ എന്ത് ചെയ്യുന്നു, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ
കൗൺസിലിൽ നിന്നും അദ്ദേഹം രാജിവെച്ച് പുറത്തു വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസിന് ഈ റൗലറ്റ് നിയമം കാരണമായിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇദ്ദേഹത്തിനെ അസാസിനേറ്റ് ചെയ്യുകയാണ് ജനറൽ റെജിനാൾഡ് ഡയറിനെ ഉദ്ധം സിംഗ് എന്ന ദേശസ്നേഹി. കുറെ വർഷങ്ങൾക്ക് ശേഷം, ഉദ്ധം സിംഗ് ആ ടൈമിൽ ഒരു ചെറിയ കുട്ടിയാണ്, ഈ ഒരു കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ റെജിനാൾഡ് ഡയറിനെ UK പോയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ഉദ്ധം സിംഗ്. ആരാണ് അസാസിനേറ്റ് ചെയ്യുന്നത്? ഉദ്ധം സിംഗ് ലണ്ടനിൽ പോയിട്ട് അസാസിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം റാം മുഹമ്മദ് സിംഗ് എന്ന പേരാണ് അതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്.